ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. അപ്പോൾ ഞാൻ ഇന്നൊരു നാരങ്ങ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന നാരങ്ങയാണ്. അതായത് നാരങ്ങ എന്ന് വെച്ചാൽ ഗണപതി നാരങ്ങ. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ വീഡിയോ കൂടെ എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നാരങ്ങ കറി ഉണ്ടാക്കുവാന്ന് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പുളിയാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കണം. തൊലി കളയുന്നില്ല, തൊലി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ നാരങ്ങ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ നിറച്ചുണ്ട്. ശരിക്കണം നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വലിയൊരു നാരങ്ങ തന്നെയാണ് കൊണ്ടുവന്നത്. നാട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടില്. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നതാണ്. കുറേ ദിവസമായി ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് ഉണ്ടാക്കാം. പിന്നെ ഇനിയും ഉണ്ടാക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായിപ്പോവും. അപ്പൊ ഞാനത് കട്ട് ചെയ്ത് ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. തൊലിയൊന്നും കളയാതെ തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കറിവേപ്പില എന്റെ കയ്യില് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വാടി തുടങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ഞാൻ നാരങ്ങ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഞാൻ നാരങ്ങ കറി ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് ഞാൻ നാരങ്ങ കറി ഉണ്ടാക്കുന്നത്. സാധാരണ നാരങ്ങ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിലൊക്കെ കണ്ടത് മറ്റേ കല്ലുമരി എന്ന് പറയും. എത്രയൊക്കെ അറിയുമെന്നറിയില്ല. കല്ലുമരി എന്ന് വെച്ചാല് ഈ മണ്ണിന്റെ തന്നെ ചട്ടി കുറച്ച് കുഴിഞ്ഞിട്ട് ഇത്ര ഒരു വലിപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയ എന്താ പറയാ കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ആ ഒരു ചട്ടിയിലാണ് നാരങ്ങ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതില് നാരങ്ങ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഈ കുതിർത്ത് വെച്ച പുളിവെള്ളം, ഞാൻ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ച ഈ പുളിവെള്ളം. അപ്പൊ ഞാൻ എന്താ ഇവിടെ പുളി അരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ രണ്ടാമത് കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് ഞാൻ നന്നായിട്ട് വീണ്ടും അരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇവിടെ പുളിവെള്ളം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാവരും അവരവരെ എരിവ് എങ്ങനെയാന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കാരണം നാരങ്ങ കറിക്ക് കുറച്ച് നല്ലോണം എരിവ് വേണം. അപ്പം ഞാനിവിടെ ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. ഇത് നന്നായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം. അപ്പം നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തിളക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതിവിടെ നന്നായി തിളക്കുന്നുണ്ട്. മുളകും മഞ്ഞപ്പൊടിയും ഇട്ടത് തിളക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം എന്താ പറയുക മുളക് പൊടീൻ്റെ ഇത് കൂട്ടാനും കുറക്കാനും ഒക്കെ. പുളിവെള്ളം ഇവിടെ ചൂടാവുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തിരിഞ്ഞാൽ കുറച്ചൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടായി വന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ കഷ്ണം പെട്ടെന്ന് വെന്ത് വരും. നല്ലോണം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കയപ്പ് നല്ലോണം കൂടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ വെള്ളം ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് ലാസ്റ്റ് നാരങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം അപ്പോഴത്തേക്ക് ഇതൊന്ന്
പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം. അധികം വേവാൻ പാടില്ല. അധികം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കയ്പ്പ് വരും. ഇതിലെന്തായാലും ഒരു കയ്പ്പ് ഉണ്ടാവും, പക്ഷെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നല്ലോണം കയ്പ്പ് വരും. ഇത് അധികം വേവാൻ പാടില്ല, പക്ഷെ നല്ലൊരു പാകത്തിന് വേവും വേണം. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങണം. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം കൂടെ ചേർക്കാൻ പറയാൻ വിട്ടുപോയി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇത്, അതായത് ശർക്കര, വെല്ലം. അപ്പം ഈ ഒരു സാധനം കൂടെ ചേർക്കണം. അപ്പം ഞാനതിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരാണി അത്രയും വരും. അധികം നല്ലോണം മധുരം നല്ലോണം വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ തൽക്കാലം ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പം ഇതൊന്ന് നന്നായിട്ട് വേവണം. ഞാനിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. കുറച്ച് ഇട്ടിട്ടുണ്ട്, അധികം ഇടുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരണം. അങ്ങനെ ഇതാ നമ്മുടെ നാരങ്ങ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ വെച്ചാൽ മതി. അധികം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് നല്ലോണം കൂടും. അപ്പോൾ കുറച്ച് സമയം കൂടെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നാരങ്ങക്കറി സെറ്റാണ്. അപ്പോൾ നാരങ്ങക്കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വറുത്തിടണം. വറുത്തിടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടുക്, പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങക്കറി റെഡിയായി. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ കായപ്പൊടി കുറച്ച് ചേർക്കാം. ഇതിനിപ്പം ഇന്ന് കഴിഞ്ഞ് നാളെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി സെറ്റാവും. നമുക്ക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി തുറക്കാൻ നമുക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിവിടെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ ആയി. ഇനി ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് കൊടുക്കാം. അതായത് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ ഇതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇന്ന് കൂട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ നാളെ കൂട്ടുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ഈ കഷ്ണത്തിലൊക്കെ പുളിയും ഉപ്പും മധുരവും എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഞാൻ നാരങ്ങക്കറി ഈ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം. ബൈ ബൈ. പറക്കാൻ മേഘക്കൊമ്പിൽ ചേക്കേറാം.